അച്ഛനും അമ്മയും പരിപാടിക്കുണ്ടാവും അല്ലേ? ആ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ ഒരു പുതിയ ചാനലുണ്ട്. നമുക്ക് ഒരുപാട് നല്ല കഥകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് നല്ല കഥകൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. അത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഥ തുടങ്ങാം. അച്ഛനും അമ്മയും പരിപാടിക്കുണ്ടാവും അല്ലേ? ഉത്സാഹത്തോടെ ചോദിച്ചു അവള്. തൻ്റെ അച്ഛനും അമ്മയും വരണ്ടെന്നാണോ മറുചോദ്യം എറിഞ്ഞവൻ. അങ്ങനെയല്ല, കണ്ണേട്ടൻ്റെ ഒരു സ്റ്റാറ്റസിന് അവരൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായാലോ? ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? മടിയോടെ അവൾ പറഞ്ഞു. ഉണ്ടാവും, പക്ഷെ എല്ലാവരെയും കാൾ അവിടെ VIP താനാണ്. അപ്പോൾ അവിടെ മുൻപിലുണ്ടാകേണ്ടത് തൻ്റെ വീട്ടുകാരാണ്. പിന്നെ ഈ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതാണോ? പിന്നെ തനിക്കും തൻ്റെ വീട്ടുകാർക്കും എന്താ ഒരു കുറവ്? കുറച്ച് പണത്തിൻ്റെ കുറവ് ഉണ്ട് എന്നല്ലേ ഉള്ളൂ. അതൊരു കുറവൊന്നുമല്ല. ഈ പണമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. അതിൽ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. സരീവിന് കുറേ മിഥ്യാധാരണകളുണ്ട്, അത് മാറ്റണം. ഒന്നാമതായിട്ട് ഞാൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന രീതിയിലാണ് താൻ സംസാരിക്കുന്നത് പോലും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ദേഹത്തു നിന്നും ചോര പൊടിഞ്ഞാലും ചുവപ്പ് നിറം, തൻ്റെ ദേഹത്തു നിന്ന് ചോര വന്നാലും ചുവപ്പ് നിറം. എല്ലാ മനുഷ്യരുടെയും സൃഷ്ടിയും ഒരുപോലെയാണല്ലോ. ഓരോ സ്വഭാവങ്ങളും കഴിവുകളുമാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ജനറ്റിക്കലി നമ്മളെല്ലാം ഒന്നു തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ പോലും ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോഴും കണ്ണേട്ടൻ്റെ ഒപ്പം ചെല്ലുമ്പോഴും വ്യത്യാസം ഉണ്ടാവില്ലേ? ഒറ്റയ്ക്കാവുമ്പോൾ ആരും ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പോലുമില്ല. അതേസമയം ഞാൻ കണ്ണേട്ടൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ എനിക്കവിടെ കിട്ടുന്ന പരിഗണന അത് വലുതാകും. അത് കണ്ണേട്ടന് കിട്ടുന്നതാണ്, അല്ലാതെ സരയു എന്ന വ്യക്തി ആർക്കും അറിയില്ല. പക്ഷെ മിഥുൻ്റെ ഭാര്യയായ സരുവിനെ എല്ലാവർക്കും അറിയാം. അതാണ് വ്യത്യാസം. തൻ്റെ ചിന്തകളൊക്കെ ഡിഫറെൻ്റാണ്. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തതാണ്. ഏതായാലും പരിപാടി നമുക്ക് ഉഷാറാക്കണം. മാധ്യമങ്ങളുടെ ഒരു വലിയ പടയായിട്ട് തന്നെ വരും. എല്ലാവരെയും കണ്ട് ഭയപ്പെട്ടു പോകരുത്. അവർക്ക് ഒരു മാസത്തേക്കുള്ള സംഭവമാണ് ഈ വാർത്തകളൊക്കെ. പിന്നെ കുറച്ചു പേരുടെ മുൻപിൽ ഞാൻ തോറ്റിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്പം വാശിയോടെ പറഞ്ഞു അവൻ. ഒരുപാട് മുകളിലേക്കുള്ള ആഘോഷങ്ങൾ വേണ്ടിയിരുന്നില്ല കണ്ണേട്ട. എനിക്ക് പറയാമോ എന്നറിയില്ല. നമ്മൾ തമ്മിൽ ഒരു വർഷത്തിന് ശേഷം യാത്ര പറയുമ്പോൾ അത് കൊട്ടിഘോഷിക്കാനും ഈ മാധ്യമങ്ങൾ ഉണ്ടാവില്ലേ? ആ ചോദ്യത്തിന് ഒരു നിമിഷം അവനൊന്ന് നിശബ്ദനായി. അതൊരു ചോദ്യം തന്നെയായിരുന്നു. ഞാനിപ്പോൾ നാളെപ്പറ്റി ചിന്തിക്കാറില്ല സരിയു. ഇന്നിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനിങ്ങുകളും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒന്നും എൻ്റെ പ്ലാനിങ് അനുസരിച്ചല്ല നടന്നത്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് ശിഖയെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ അവൾ മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഒരു ജീവിതം സ്വപ്നം കണ്ടത് അവൾക്കൊപ്പം. ഉള്ളിൽ എപ്പോഴോ പേറിയ സിനിമാ മോഹവുമായി ചെന്നൈയിലെത്തിയ ചെറുപ്പക്കാരൻ. പരിചയത്തിലുള്ള സുഹൃത്തുക്കൾ വഴി ആദ്യമായി തമിഴ് സിനിമയിൽ ചാൻസ് ചോദിച്ചു. പല സെറ്റുകളിലും അലഞ്ഞിട്ടുണ്ട്. ആദ്യമായി തമിഴ് സിനിമയിൽ അവസരം കിട്ടുന്നത് അത് നായകൻ്റെ കൂട്ടുകാരനായിട്ട് ചെറിയൊരു റോളിൽ. അതിൽ നിന്ന് ഇന്നത്തെ മിഥുനിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നും ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നൊരു കഥാപാത്രം. പിന്നീട് അച്ഛനെ സഹായിക്കാനായി ബിസിനസ്സിലേക്ക് പോകണം, കാനഡയിൽ പോയി ഗ്രാജുവേഷൻ ചെയ്യണം. അങ്ങനെ മോഹങ്ങളുള്ളൊരു പയ്യൻ മാത്രമായിരുന്നു ഞാൻ. അതായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ എനിക്ക് സിനിമകൾ കിട്ടി. പതുക്കെ പതുക്കെ ആ സ്റ്റാർഡം എന്നെയും എപ്പോഴൊക്കെയോ മോഹിപ്പിച്ചു തുടങ്ങി. താൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും എനിക്ക് ലഭിക്കുന്ന പരിഗണന, എല്ലാവരും എനിക്ക് നൽകുന്ന ബഹുമാനം, അവയോടൊക്കെ എനിക്ക് ഒരു ലഹരിയായിരുന്നു. അപ്പോഴാണ് ശിഖ എന്നോട് പറയുന്നത് അവൾക്കും ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന്. എൻ്റെ നായികയായി തന്നെ ആദ്യ ചിത്രം. ആ ചിത്രം വലിയ വിജയമായി. പിന്നീട് അങ്ങോട്ട് അവൾക്കും സിനിമകൾ കിട്ടിത്തുടങ്ങി. എന്നേക്കാൾ കൂടുതൽ തിരക്കുള്ള നടിയായി. തമിഴിലും തെലുങ്കിലും വരെ അവൾ തിളങ്ങി. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ ശിഖ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയിരുന്നു. അവളൊരു നായിക മാത്രമായിരുന്നു. ദിവസവും 3 നേരം ഞാൻ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ പിണങ്ങുന്നവൾ ഒരു വട്ടം പോലും എന്നെ വിളിക്കാതെയായി. ഈഗോ ആയിരുന്നില്ല, മറ്റു കുറേ പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. സിനിമയായിരുന്നു അവളുടെ ഇഷ്ടമെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കായിരുന്നു. വിവാഹം കഴിഞ്ഞു പോലും അഭിനയിച്ചോളാൻ ഞാൻ പറഞ്ഞതാണ്. അവൾ ഡേറ്റും കൊടുത്തതായിരുന്നു. എന്നേക്കാൾ കൂടുതൽ സിനിമകൾ അവൾക്ക് ലഭിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവൾ എന്നേക്കാൾ ഉയർന്നതാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ. സിനിമ എന്ന വെള്ളി വെളിച്ചം ശിഖയെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓർക്കാതിരിക്കാനാണ് സരിയു എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞു വന്നത് നാളെപ്പറ്റി, അതായത് ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമാണ്.
ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്. നാളെ എനിക്കുള്ളതാണെന്ന് എനിക്ക് പോലും ഉറപ്പില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ഉറപ്പും ഇല്ലാത്തൊരു ജീവിതമല്ലേ. അത്രയും പറഞ്ഞ് അകന്നു പോകുന്നവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത എന്നാൽ വളരെയധികം മുറിവേറ്റൊരു വേദനിപ്പിക്കുന്ന സംഭവമുണ്ടെന്ന്. അതാണ് അവനെ തളർത്തി കളയുന്നത്, ജീവിതത്തെ പൂർണ്ണമായും അവനെ മടുപ്പിച്ച് കളയുന്നത്. അതിൽ ശിഖ എന്ന പെൺകുട്ടിയുടെ രൂപം നന്നായി തന്നെ തെളിഞ്ഞു നിൽപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രത്തോളം ഹൃദയം നൽകി സ്നേഹിച്ചിരുന്നവർ എന്തിനായിരിക്കും പിരിഞ്ഞത്? അതായിരുന്നു ഉള്ളിൽ നിറഞ്ഞു നിന്ന ചോദ്യം. വൈകുന്നേരം തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീം വീട്ടിലെത്തിയിരുന്നു. അലങ്കാരങ്ങളും ആഘോഷങ്ങളും മറ്റുമായി തിരക്കിലായിരുന്നു. പിന്നീട് മിഥുനെ കാണാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. പിറ്റേന്ന് രാവിലെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു റിസപ്ഷൻ. രാവിലെ മുതൽ തുടങ്ങിയ ഒരുക്കമാണ്. കല്ലുകൾ പതിപ്പിച്ച ലെഹങ്കയിൽ അതിസുന്ദരിയായി സരയു. എങ്കിലും അത് ഇട്ടുകൊണ്ട് നടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു. പരിപാടി തുടങ്ങും മുൻപ് സരയുവിൻ്റെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വന്നു. അവരെ കണ്ട് ഓടിച്ചെന്ന് അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായിരുന്നു കേട്ടോ അവൾക്ക്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും സ്വന്തം മാതാപിതാക്കളെ കണ്ട ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ കൗതുകത്തോടെ അവർക്കൊപ്പം നിന്നു. മകളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ചേച്ചി ഒരു സിനിമാ നടിയെ പോലെയുണ്ട്, കുഞ്ഞിയാണ് അഭിപ്രായം പറഞ്ഞത്. മുഴുവൻ മേക്കപ്പ് ആടി. പഠിക്കാൻ രാവിലെ മുതൽ തുടങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി നിരാശയോടെ സരയു പറഞ്ഞപ്പോൾ കുഞ്ഞി ചിരിച്ചിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ മനസ്സ് നിറഞ്ഞു നിൽപ്പുണ്ട്. മിഥുൻ സാറ് വണ്ടിയൊക്കെ അയച്ചു മോളെ, രാവിലെ തന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് നിർബന്ധം പറഞ്ഞു. എല്ലാവർക്കും ഇന്നലെ ഡോക്ടർ വന്ന് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊണ്ടു തന്നു. ആവേശത്തോടെ രാഘവൻ പറയുകയാണ്. അവരുടെ നിറഞ്ഞ സന്തോഷം അവളുടെ മനസ്സിൽ എവിടേക്കോ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും സുഖമുള്ളൊരു അനുഭൂതിയും നിറച്ചിരുന്നു. കുറച്ചു നാളെങ്കിലും അവർ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു കുറേ നേരം അവർക്കൊപ്പം നിന്നപ്പോഴേക്കും മിഥുൻ അവിടേക്ക് വന്നിരുന്നു. വില കൂടിയ സ്യൂട്ടാണ് അവൻ്റെ വേഷം. അവളുടെ ലെഹങ്കയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള നിറത്തിലുള്ളതാണ്. അവർക്കരികിലേക്ക് നടന്നു വരുന്ന മിഥുനെ കണ്ടപ്പോഴേക്കും രാഘവൻ്റെ മുഖത്ത് വിധേയത്വം നിറഞ്ഞിരുന്നു. ഞാൻ തിരക്കിനിടയിൽ നിങ്ങൾ വന്നത് കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരാനും പറ്റിയില്ല. സാരമില്ല സാർ, അങ്ങോട്ട് വന്ന് ഞങ്ങളല്ലേ കാണേണ്ടത്. ഭവ്യതയോടെയാണ് രാഘവൻ അത് പറഞ്ഞത്. മകളുടെ ഭർത്താവിനെ അച്ഛൻ വിളിക്കുന്നത് സാറെന്നാണോ? അയാളുടെ കൈകളിലേക്ക് പിടിച്ച് അവനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അയാൾ അമ്പരന്ന് പോയിരുന്നു. സന്തോഷം കൊണ്ട് സരയുവിൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു. ഒരപരിചിതത്വമില്ലാതെ തൻ്റെ വീട്ടുകാരോട് സംസാരിക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ഇതിലും വലിയൊരു സമ്മാനം അവൻ തനിക്ക് നൽകാനില്ലെന്ന് അവൾ ഓർത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് അരുന്ധതിയും വന്നു. ആദ്യം വന്നവർ സരയുവിൻ്റെ അമ്മയുടെ കയ്യിലാണ് പിടിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിയാലോ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊന്നും അല്ല മോൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരോട് ഇടപെടേണ്ടതെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, അവൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണേ തീരെ വയ്യ, പരിമിതികൾ കൊണ്ടാണ്. ഒരു ക്ഷമാപണം പോലെ അവരത് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു സരയുവിനും വീട്ടുകാർക്കും. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, രാഘവനാണ് പറഞ്ഞത്. ഞങ്ങൾക്കറിയാലോ എൻ്റെ മോളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ നിങ്ങളുടെ നല്ല മനസ്സ്. അത് പറഞ്ഞപ്പോൾ രാഘവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അല്ല, സരയുവിൻ്റെ അച്ഛൻ പറഞ്ഞത് തെറ്റാണ്. എൻ്റെ മോൻ്റെ ഭാഗ്യമാണവൾ. സരയുവിനെ നോക്കി നിറഞ്ഞ മനസ്സോടെ അരുന്ധതി അത് പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന കണ്ണുകളിലെല്ലാം ആശ്വാസം നിഴലിക്കുന്നത് അവൾ കണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മിഥുൻ്റെ മാനേജർ വന്നത്. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു സരയു. നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ പോവാം. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ഉടലെടുക്കുന്ന പരിഭ്രാന്തി അവൻ അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട. എന്തെങ്കിലും ടെൻഷൻ തോന്നിയാൽ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചാൽ മതി. അത് സമ്മതിച്ച് തലയാട്ടി അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ സജ്ജീകരിച്ചിരുന്ന അലങ്കാര ബൾബുകളുടെ വയറിലേക്ക് അവളുടെ പാവാടയുടെ അടിഭാഗം തട്ടി. അവൾ മുന്നോട്ട് വീഴാൻ തുടങ്ങി. വീഴാൻ തുടങ്ങും മുൻപേ ഒരു കൈകൊണ്ട് താങ്ങി നിർത്തി മിഥുൻ. വീഴാൻ പോയവൾ നേരെ അവൻ്റെ കൈകളിലേക്കാണ് വീണത്. ഒരു നിമിഷം മിഴികൾ തമ്മിൽ കോർത്തു. അവളുടെ മിഴികളുടെ ആഴങ്ങളിൽ ആദ്യമായി അടുത്ത് കണ്ടവൻ പളുങ്ക് പോലെ തിളക്കമുള്ള രണ്ട് മുത്തുകൾ. ആ മിഴികളിൽ നിന്നും തൻ്റെ മിഴികളെ പിൻവലിക്കുവാൻ ഒരുപാട് പണിപ്പെടേണ്ടി വന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നത് പോലെ അവന് തോന്നി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ രാവിലെ ഇടുന്നത് വേനൽ മഴയായിരിക്കും കേട്ടോ. വലിയ പാർട്ട് തന്നെ ഇടാം. ഒരു 15 മിനിറ്റിൻ്റെ പാർട്ട് തന്നെ ഇടുന്നതായിരിക്കും.
ഇന്ന് എനിക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരാൻ ലേറ്റായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ.